ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മയൂരി ഇഷിതിനെ ഒറ്റയ്ക്ക് കൊടുക്കുകയാണ്. ഈ മേഡത്തിനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് കേസ് കൊടുക്കുക? ഒരു ഓട്ടോക്കാരനാണ് എന്നെ ശല്യപ്പെടുത്തിയത്. അത്ര വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഈ മേഡത്തിനോട് പറഞ്ഞപ്പോൾ മേഡം കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്, കാറിൽ എന്നെ നിർബന്ധിച്ച് കയറ്റിയതാണെന്നൊക്കെ പറയുകയാണ്. ഈ നേരത്ത് ജോർജ് മാത്യു പറയുന്നുണ്ട്, മഹേഷിൻ്റെ ഭാര്യ ഡോക്ടർ ഇഷിത ആൾ കൊള്ളാലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, സാർ ഇവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്, ഇവൾ പറഞ്ഞത് പച്ചക്കള്ളാണ്, ഞാൻ അങ്ങനെ ഇവളെ നിർബന്ധിച്ച് കയറ്റിയതൊന്നുമല്ല എന്ന് പറയാൻ കേട്ടോ. എങ്കിലായിക്കോട്ടെ, നമുക്ക് കാറൊന്ന് പരിശോധിച്ച് കളയാന്ന് പറഞ്ഞിട്ട് ഇഷിതിനെയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കാറിൻ്റെ കീ കൊടുക്കാൻ പറയണം. അതിന് കീ കൊടുത്തതിന് ശേഷം അയാൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറയുന്നത്. അപ്പോൾ വേറെ പോലീസുകാരും വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ കാറിൻ്റെ ഡാഷ്ബോർഡ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് 2 പാക്കറ്റ് ഡ്രഗ്സ് കിട്ടുകയാണ്. ഇത് നോക്കി, ഇതിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് ആകെ ഞെട്ടുകയാണ്. സാർ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറിൻ്റെ കാറിൽ നിന്നല്ലേ ഇതൊക്കെ കിട്ടിയത്, പിന്നെ എങ്ങനെ അറിയില്ല എന്ന് പറയുന്നത്? ഡോക്ടർ ആൾ കൊള്ളാലോ, ഇതൊക്കെ കയ്യിൽ കൊണ്ട് കിടക്കുകയാണോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല, സത്യമായിട്ട് ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. ഇവരെ കൊണ്ട് സെല്ലിൽ അടയ്ക്കാനായിട്ട് ജോർജ് മാത്യു വനിതാ പോലീസിനോട് പറയണം. അങ്ങനെ ഇഷിതനെ പിടിച്ച് വലിച്ച് അവർ കൊണ്ടുപോകാൻ ഒന്നും മിണ്ടാതെ മയൂരി നിൽക്കുന്നുണ്ട്. അങ്ങനെ സെല്ലിൽ കൊണ്ടുവന്ന് അടയ്ക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് വിനോദിനോട് ജോർജ് മാത്യു പറഞ്ഞത്. അപ്പോൾ വിനോദ് പറഞ്ഞിട്ട്, കൊള്ളാം, താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എന്തായാലും ഇതിൻ്റെ പിന്നിലൊരു ചതി ഉണ്ടെന്നുള്ള കാര്യം തനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോർജ് മാത്യു പറയുന്നത്, പോലീസിൻ്റെ മുന്നിൽ തെളിവുകളാണ് സാറേ പ്രധാനം എന്ന് പറയാണ്. എന്തായാലും താൻ FIR ഒന്നും എഴുതിയിട്ടില്ലല്ലോ? ഇല്ല, എഴുതിയിട്ടില്ല. എന്നാലും എഴുതണ്ട, ഹോം മിനിസ്റ്ററുടെ കോള് വന്നതിന് ശേഷം താൻ എഴുതിയാൽ മതി, എനിക്ക് ഏട്ടത്തിനെ ഇറക്കിയേ പറ്റൂ എന്ന് പറയുകയാണ്. എന്തായാലും ആ പെണ്ണിനെ താൻ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ പെണ്ണിൻ്റെ അമ്മ ഒരു കിടപ്പ് രോഗിയാണ്, ആ പെണ്ണിൻ്റെ അഡ്രസ്സും പേരൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അതും ഒരു വലിയ കാര്യമായി പോയി എന്ന് പറയാണ്. എനിക്കെന്തായാലും എൻ്റെ ഏട്ടത്തിയെ കണ്ടേ പറ്റൂ. താൻ എന്തായാലും ജീവിതം ആതുരസേവനത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചൊരു ഡോക്ടറോടാണ് ഈ ചതി ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നിലൊരു വലിയ ചതി ഉണ്ടെന്നും തനിക്കറിയാം. ഞാനിപ്പോൾ തൽക്കാലം ഏട്ടത്തിനൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിലൊന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം വിനോദ് സെല്ലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇഷിതിനെ കാണാനായിട്ട്. ഇഷിത എടുത്ത് ചെല്ലുമ്പോൾ ഇഷിത സങ്കടത്തോട് കൂടിയിട്ട് വിനോദിനെ നോക്കുകയാണ്. എന്നിട്ട് വിനോദ് ഇഷിതനോട് പറയുന്നുണ്ട്, ഏട്ടത്തി മനോബലം കൈവെടിയരുത്, ഏട്ടത്തിന് ഞാൻ ഇറക്കും, ഉറപ്പായിട്ടും ഇറക്കും. ഇന്നൊരു രാത്രി ഏട്ടത്തി ഇന്ന് ഇവിടെ കിടന്നേ പറ്റൂ, കാരണം ഇത്രയും ആയില്ലേ. പക്ഷെ നാളെ രാവിലെ ഏട്ടത്തി പുറത്തിറങ്ങാം, FIR ഒന്നും എഴുതിയിട്ടില്ല, എഴുതാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഈ വിനോദ് മളിയക്കൻ അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. എനിക്ക് ആകെ അറിയേണ്ടത് ഏട്ടത്തിന് കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് ആരാണെന്നാണ്. ആ പെണ്ണിൻ്റെ പേരും ഫോൺ നമ്പറും എനിക്ക് പറഞ്ഞു തരൂ ഏട്ടത്തി എന്ന് പറയാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ശരിക്കും മറ്റാരുടെ വലയിൽ പെട്ടതാണ്. അവൾ ഇനിയിപ്പോൾ മൊഴിയുമായിട്ട് പറയാനൊന്നും പോകുന്നുമില്ല. അവൾ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് അവളുടെ കൂടെ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് വിനോദ് ഇനി അതിൻ്റെ പിന്നിൽ കൂടെ പോകണ്ട, ഈ രാത്രി തന്നെ എനിക്ക് അവളെ കണ്ടുപിടിക്കണം ഏട്ടത്തി. വേണ്ട, വിനോദ് പോയിക്കോളൂ, ഞാൻ എന്തായാലും ഇവിടെ കിടന്നോളാം, ഏട്ടത്തിക്ക് വല്ല ഭക്ഷണം മേടിച്ചു തന്നെ, വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും. പിറ്റേ ദിവസം രാവിലെ തന്നെ മാഷും പ്രിയാമണിയും കൂടിയിട്ട് സ്വപ്നവല്ലിയുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വപ്നവല്ലി, എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയല്ലേ എൻ്റെ മോള് പോലീസ് സ്റ്റേഷനിലായത്, എന്നിട്ട് നിങ്ങൾ തൊട്ടടുത്ത് ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിച്ചിട്ടും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്താണ്. അന്നേരം മാഷും പറയുന്നുണ്ട്, എൻ്റെ മോൾ ഒരു തെറ്റുകാരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്തിൻ്റെ പേരിലാണ് അവളെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ മകനാണ് ഞാൻ അവളെ കെട്ടിച്ചു കൊടുത്തത്. എൻ്റെ മോൾ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളല്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് എന്നൊക്കെ മാഷിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വപ്നവല്ലി ഒന്നും മിണ്ടുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരോ ചതിച്ചിട്ടുണ്ട് അവളെ, ആ ചതിച്ചത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സ്വപ്നവല്ലി പറയുന്നുണ്ട്, അതെ, ഇത്രയ്ക്ക് അങ്ങോട്ട് രോഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല, മോളുടെ കൂട്ടുകെട്ടൊക്കെ വളരെ മോശം ആയിട്ടുണ്ട് എന്ന് പറയട്ടോ. സ്വപ്നവല്ലി എന്താ പറഞ്ഞത്? എൻ്റെ മോളെക്കുറിച്ചാണോ പറഞ്ഞതെന്ന് പ്രിയാമണി ചോദിക്കുകയാണ്. അതെ പ്രിയാമണി, എൻ്റെ കുടുംബം ആകെ നശിച്ചു പോയി, എൻ്റെ കുടുംബം അപമാനിക്കപ്പെട്ടു നിങ്ങളുടെ മകൾ ഇഷിത കാരണം. ചെറിയ കേസിലൊന്നല്ല അവൾ പെട്ടിട്ടുള്ളത് ഡ്രഗ്സിൻ്റെ കേസിലാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്നതോട് കൂടിയിട്ട് ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ പ്രിയാമണി മാഷും. ഡ്രഗ്സോ, എന്തീ പറയുന്നത് എന്ന് ചോദിക്കണം. ഡ്രഗ്സ്, വണ്ടിയിൽ നിന്ന് ഡ്രഗ്സ് കിട്ടി, അവൾ അതും കൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ മോൾ അത്തരക്കാരിയല്ല, അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുക കൊണ്ടു നടക്കേണ്ട ആവശ്യം അവൾക്കില്ല, അവൾ അങ്ങനെ ചെയ്യുന്ന ഒരുത്തിയല്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ കൈലാസ് പറയാണ്, ഇതൊക്കെ പോലീസുകാർ പറഞ്ഞതാണ്. മഹേഷ് അളിയൻ ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷിതയുടെ കാറിൽ നിന്ന് ഡ്രഗ്സ് കണ്ടുപിടിച്ചതും പോലീസ് തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പ്രിയാമണി പറയാണ്, ഇല്ല സ്വപ്നവല്ലി, നീ കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിക്കരുത്, എൻ്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്ന് പറയും. അന്നേരം സ്വപ്നവല്ലി പറയാണ്, നിൻ്റെ മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല, സത്യം പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ ഇഷിത തെറ്റായ കൂട്ടുകെട്ടിലാണ് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന് വരെ മോശപ്പേരുണ്ടാക്കിയവൾ, ഈ കുടുംബം മുടിക്കാൻ
ചതിക്കാനാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വപ്നവലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മാഷ് പറയുന്നുണ്ട്, എൻ്റെ മോളെ ചതിച്ചതാരായാലും ഞാൻ കണ്ടുപിടിക്കും, ഇതിൽ വലിയൊരു ശക്തി തന്നെ പിന്നിലുണ്ട്, അവളെ ചതിച്ചത് ഒരു പെണ്ണാണെന്നല്ലേ പറഞ്ഞത്, ആ പെണ്ണ് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കൈലാസ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ഇവരോട് പറയണ്ട, എന്തായാലും ഈ ഒരു കേസിൽ പെട്ട നിലയ്ക്ക് ഇഷിതയ്ക്ക് ഈ അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയാണ്. മാഷ് പറയുന്നത്, അതൊക്കെ ആരോ പറഞ്ഞു നിന്നോട്? ഞാൻ എൻ്റെ മോളെ പുറത്തിറക്കും, എൻ്റെ മോളെ ഞാൻ ജയിലിലേക്ക് എടുത്തില്ല, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവളെ പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് പോകുകയാണ്. അപ്പോൾ കൈലാസ് പറഞ്ഞു, പിന്നെ അങ്ങനെ കയറി ചെന്നാൽ മതി, ഇപ്പം അവൾ പുറത്തിറങ്ങി കൊടുക്കും. അപ്പോൾ സ്വപ്നവലി പറയുകയാണ്, പുറത്തിറങ്ങിയാലും അവളെ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മഹേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇഷിതിനെ പുറത്തിറക്കി കൊണ്ടുവരുന്നുണ്ട് വനിതാ പോലീസ്. അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട് ജോർജ് മാത്യു മഹേഷിനോട് പറയുകയാണ്, ഇഷിതനെ ഒരു ദിവസം സെല്ലിൽ കിടത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മഹേഷ് പറയുമെങ്കിൽ പിന്നെ ഇന്നലെ തന്നെ വിട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ വിനോദ് മാളിയേക്കൽ ഇടപെട്ടത് കൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ FIR എഴുതാതെ ഇവിടെ പുറത്തിറക്കിയത് എന്ന് പറയും കേട്ടോ. എന്തായാലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ ഫോൺ മഹേഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇഷിത കാറിൽ കയറാൻ പോകുമ്പോഴത്തേനും മഹേഷ് പറയും, ഇഷിതേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇഷിതേ, ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, നീ എന്തിനാണ് രാത്രി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയത്? എന്തിനാണ് നീ ആ പെണ്ണിനെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനായിട്ട് വന്നത്? ആരാണ് ആ പെണ്ണിനെ ശല്യം ചെയ്തത്? ആ പെണ്ണ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ? അവിടെയുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ ചോദിക്കുകയാണ്. അത് ഞാൻ അവിടെ വെച്ചിട്ട് എല്ലാതും തുറന്നു പറയാം മഹേഷേ എന്ന് ഇഷിത പറഞ്ഞാണ്. അങ്ങനെ ഇഷിത കാറിൽ കയറും, മഹേഷും കൂടിയിട്ട് കയറിയിട്ട് വീട്ടിലേക്ക് തിരിക്കുകയാണ്. പിന്നീട് മാഷാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രിയാമണിയോട് പറയുകയാണ്, നമ്മൾ തന്നെ ചെന്ന് കയറിയിട്ട് കാര്യമില്ല, ആരെങ്കിലും വേണം എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്നാണ് വിനോദ് വിളിക്കുന്നത്. വിനോദ് വിളിക്കുമ്പോൾ മാഷ് സന്തോഷത്തോട് ആണോ എന്ന് ചോദിക്കുന്നത്. എന്താ മാഷ് എന്താ? അതെ, മോള് ജാമ്യത്തിലിറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്, മഹേഷിനൊപ്പമാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. എൻ്റെ ഭഗവാനെ ദേവി നീ രക്ഷിച്ചു എന്നൊക്കെ പ്രിയാമണി പറയുകയാണ്. എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവളെ വിട്ടത് എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും വിനോദിന് അവളെ ജീവനാണ്, അപ്പോൾ ഞാൻ ദൈവങ്ങളോടൊന്ന് നന്ദി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പൂജാമുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മയൂരി അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുകയാണ്. കഞ്ഞി കൊടുക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാണ് വലിയ ആൾക്കാരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? നമ്മൾ മാത്രമേ ഉള്ളൂ, അത് നിനക്ക് ഓർമ്മ വേണം. അമ്മ ഒന്നും മിണ്ടാതിരുന്ന് കഞ്ഞി കുടിച്ചതെന്ന് പറഞ്ഞിട്ട് കഞ്ഞിനെ കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഫോൺ വരുന്നത്. ഫോൺ വിളിക്കുന്നത് കൈലാസാണ്. അപ്പോൾ കൈലാസ് പറയും, ഡോക്ടർ ഇഷിത സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് നീ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. നുണ പറയില്ലടി, പച്ചക്കള്ളം പറയില്ലടി, നീ അല്ലടി മൊഴി മാറ്റി പറഞ്ഞത്, മൊഴി മാറ്റി പറയാതെ എങ്ങനെയാണ് ഇഷിത ജാമ്യത്തിൽ ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ മനുഷ്യ, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ആരും എന്നെ കാണാനും വന്നിട്ടില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് പോയിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മൊഴി മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇഷിതയെ ജാമ്യത്തിൽ ഇറക്കുന്നത്? എനിക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് പറയാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ മാത്രം ശ്രമിച്ചിട്ടുള്ളൂ, പിന്നെ ഈ ഇത്രയും വലിയ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തായാലും നീ ഒരു കാര്യം കരുതിയിരുന്നോ, അവരുടെ ഒക്കെ ഉദ്ദേശവും ലക്ഷ്യവും ഇപ്പോൾ നിന്നെയായിരിക്കും അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാന്ന് മയൂരിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.